വളരെ നിങ്ങൾക്കൊരു നിങ്ങളുടെ തോന്നൽ എന്താ ഞാൻ പറയാം, നിങ്ങൾക്ക് ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ നിന്ന് ഒരു മോചനം ഉണ്ടാവില്ല. നിങ്ങൾ ഈ ഒരു അവസ്ഥയിൽ തന്നെയാണ് ഇനി തുടരാൻ പോകുന്നത്. ഓക്കെ, ഒരുപാട് വേദനകൾക്ക് പിന്നാലെ വേദനകൾ മാത്രമേ സംഭവിക്കുന്നുള്ളൂ. പിന്നെ മാത്രമല്ല, ഒരു മുന്നോട്ട് പോയ വഴി നിങ്ങൾക്ക് തെളിഞ്ഞു വരുന്നില്ല. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ട്രാപ്ഡായി പോയിരിക്കുകയാണ്. അതിൽ നിന്നൊരു മുന്നോട്ടൊരു പോക്കില്ല എന്നുള്ളൊരു രീതിയിലാണ് നിങ്ങളുടെ ഒരു ചിന്ത. ഓക്കെ, അപ്പോൾ യൂണിവേഴ്സ് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിൽ 90% നിങ്ങളുടെ ചിന്തകൾ മാത്രമാണ്. നിങ്ങൾ എപ്പോഴാണോ ഈ ഒരു എന്താ പറയുക പേടി അല്ലെങ്കിൽ ഈ ഒരു ഭയം വിട്ടുകളഞ്ഞ് ഇതിൽ നിന്ന് എനിക്ക് പുറത്ത് കടക്കാനായിട്ട് സാധിക്കും, എനിക്ക് പുറത്ത് കടക്കാവുന്ന അല്ലെങ്കിൽ എനിക്ക് മറികടക്കാവുന്ന ബുദ്ധിമുട്ടുകളും ചാലഞ്ചസും മാത്രമേ യൂണിവേഴ്സ് എൻ്റെ ജീവിതത്തിൽ കൊണ്ടുവരുള്ളൂ. ഈ ഒരു ചാലഞ്ചിങ് പീരീഡ് വന്നതിന് പിന്നിലൊരു കാരണം ഉണ്ടായിരിക്കും. അതെൻ്റെ നല്ലതിനാണ്, എനിക്കൊരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നതിൻ്റെ ഭാഗമാണ് എന്ന് നിങ്ങൾ ചിന്തിച്ച് നിങ്ങളുടെ റിയാലിറ്റി, നിങ്ങളുടെ ജീവിതത്തിനെ നിങ്ങളൊന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് പുറത്ത് കടക്കാവുന്ന വഴി തെളിഞ്ഞു വരുന്നതാണ് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഓക്കെ, നിങ്ങൾ ഇത് കണ്ടു 3 സ്പോർട്സ് കാർഡാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതായത് നിങ്ങളുടെ തിങ്കിങ്, നിങ്ങളുടെ ആ ഒരു ചിന്തകൾ നിങ്ങളെ കീഴടക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്കൊരു മോചനം വേണം. നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു സ്വസ്ഥതയുള്ള സമാധാനമുള്ള ഒരു ജീവിതം നിങ്ങൾക്ക് വേണം എങ്കിൽ നിങ്ങൾ എന്ത് വേണം, ആദ്യം തന്നെ ഈ ഒരു ഭയപ്പെടുത്തുന്ന അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ വരുമ്പോൾ അതിൽ നിന്നും ഡിസ്ട്രാക്റ്റഡ് ആകാനും, ഓക്കെ, അത് ചിന്തകൾ മാത്രമാണ്, അത് റിയാലിറ്റി അല്ല, അതല്ല റിയാലിറ്റി എന്നുള്ളത് നിങ്ങൾക്ക് എന്താ പറയുക മനസ്സിലാക്കാൻ, തിരിച്ചറിയാനായിട്ട് സാധിക്കണം. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനത്തെ ചിന്തകൾ കൂടുതൽ വരുമ്പോൾ നിങ്ങൾക്ക് തോന്നി തുടങ്ങുകയാണ് ഇത് എന്താ ഒരു തരത്തിൽ എനിക്ക് കിട്ടുന്ന ഒരു കൺഫർമേഷൻ ആണ്, എൻ്റെ ലൈഫ് ഇനി ഇങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന്. അപ്പൊ നിങ്ങൾ കൂടുതൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളല്ലേ ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ പിന്നെയും കൂടുതൽ നിങ്ങൾ അട്രാക്ട് ചെയ്യുന്നത് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്, കൂടുതൽ ചാലഞ്ചസ് ആണ്. അപ്പോൾ നിങ്ങൾ എന്ത് വേണം, ഇനി ആ ഒരു കാഴ്ചപ്പാട് മാറ്റൂ, ആ ഒരു പെർസ്പെക്റ്റീവ് മാറ്റൂ. നിങ്ങൾ എന്ത് വേണം ചിന്തിക്കാനായിട്ട്, ഇപ്പോഴുള്ള ഈ ഒരു ചാലഞ്ച്, ഓക്കെ, അതിൽ നിന്ന് ഞാൻ ഒരുപാട് പാഠങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അതെനിക്ക് ഞാൻ ആഗ്രഹിച്ച ആ ഒരു ജീവിതത്തിലേക്ക് എന്നെ എത്തിക്കാനുള്ള ഒരു ഫൈനൽ ട്രാൻസ്ഫോർമേഷന്റെ ഒരു ഭാഗം മാത്രമാണ് ഈ ഒരു ചാലഞ്ച്. എനിക്കിത് മറികടക്കാവുന്നതേ ഉള്ളൂ. എനിക്ക് മറികടക്കാൻ പറ്റുന്നത് കൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു ചാലഞ്ച് യൂണിവേഴ്സ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇത് ഡിവൈൻ പ്ലാൻ പ്രകാരം നടക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ എനിക്ക് ഇതിൽ നിന്ന് എന്തായാലും പുറത്തു കടക്കാനായിട്ട് സാധിക്കും. ഞാൻ അതിനെക്കുറിച്ച് ഒരുപാട് നെഗറ്റീവായി ചിന്തിച്ചതുകൊണ്ടോ ഒരുപാട് ഭയപ്പെട്ടതുകൊണ്ടോ അതിലൊരു മാറ്റം സംഭവിക്കാൻ പോകുന്നില്ല. അപ്പോൾ എനിക്ക് ഞാൻ വളരെ സ്വസ്ഥമായിരുന്നു ആലോചിച്ചു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് പുറത്തു കടക്കാനുള്ള വഴി എനിക്ക് യൂണിവേഴ്സ് തന്നെ കാണിച്ചു തരും. ഇപ്പോഴും യൂണിവേഴ്സ് നിങ്ങൾക്ക് ഗൈഡൻസ് തരുന്നുണ്ട്, പക്ഷെ നിങ്ങൾക്ക് അത് തിരിച്ചറിയാൻ പറ്റുന്നില്ല. കാരണം നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുള്ളത് ഈ ഒരു നെഗറ്റീവ് തോട്ടുകളാണ്. ഓക്കെ, ഈ ഒരു നിങ്ങളെ ഭയപ്പെടുത്തുന്ന, നിങ്ങൾക്ക് കൂടുതൽ ആശങ്ക ഉണ്ടാക്കുന്ന തരത്തിലുള്ള ചിന്തകളിലാണ് നിങ്ങൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുന്ന ഗൈഡൻസസ് ഫോളോ ചെയ്യാൻ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പറ്റാത്തത്.